ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് മന്ത്ലി ജൂലൈ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ലിയോ ഇതിൽ നമ്മൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആൻഡ് കരിയർ രണ്ടും നോക്കാൻ പോകുന്നുണ്ട്, എന്താണ് മെസ്സേജസ്. ആൻഡ് ഈ വീഡിയോന് എൻഡ് വരെ നോക്കുക. എൻഡിലാണ് ഈ മാസത്തിൻ്റെ ഔട്ട്കം എങ്ങനെയായിരിക്കും എന്ന് ഞാൻ അത് എൻഡിലാണ് നോക്കാൻ പോണേ. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ നോക്കുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് 4 ഓഫ് കപ്സ് ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് ഞാൻ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് നമ്മൾക്ക് ഇവിടെ വെക്കാം. അപ്പോൾ ലിയോ 4 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു ലോസിൻ്റെ എനർജിയാണ്, ഒരു ഡിസ്ഇൻട്രസ്റ്റിൻ്റെ എനർജിയാണ്. ബേസിക്കലി നിങ്ങളുടെ മൊത്തം ഒരു എനർജി ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത മാതിരി, ബോർഡായ മാതിരി. നിങ്ങളുടെ അടുത്ത് കുറേ ഓഫേഴ്സ് ഉണ്ട്. ഇത് കരിയറിലായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം. ഓഫേഴ്സ് ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ഓഫേഴ്സ് വന്നിട്ടും നിങ്ങൾ അങ്ങനെ അത്ര എക്സൈറ്റഡ് അല്ല. നിങ്ങൾ വേണ്ട മാതിരി ആ ഇൻട്രസ്റ്റ് കാണിക്കില്ല. പക്ഷെ ഈ ഓഫേഴ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു നല്ല ഓഫർ ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയണത്. മേ ബി നിങ്ങൾ എന്തോ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് തിരിച്ച് അതിനെ റിവ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനത്തെ എനർജിയാണ് എനിക്കിവിടെ കിട്ടണേ. 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ പാസ്റ്റ് എനർജി. അപ്പോൾ നിങ്ങൾ കുറേ ഹാർഡ് വർക്ക് ഇട്ടുണ്ട്, കുറേ ശ്രമിച്ചിട്ടുണ്ട് ഒരു കാര്യത്തിൽ. മേ ബി റിലേഷൻഷിപ്പിലായിരിക്കാം, അഗൈൻ കരിയറിലായിരിക്കാം. മേ ബി നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടു ഒരു സിറ്റുവേഷനിൽ, പക്ഷേ ആ എഫേർട്ടിൻ്റെ നിങ്ങൾക്ക് വേണ്ട മാതിരി എക്സ്പെക്റ്റഡ് ആയിട്ട് റിസൾട്ട്സ് കിട്ടില്ല, ഓർ റിസൾട്ട്സ് കിട്ടിയില്ല. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇവിടെ നിൽക്കണത്. നമ്മൾക്കത് ക്ലാരിഫൈ ചെയ്യാം. 4 ഓഫ് കപ്സ് എന്താണ് ഇവിടെ? ഇവിടെ ഞാൻ കാണുന്നത് 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഇത് അഗൈൻ ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങൾ ബിസിനസ്സിലായിരിക്കാം കുറേ എഫേർട്ട് ഇട്ട മാതിരി ഞാൻ എനർജി കാണുന്നത്, ഓറൽസ് കരിയറിലായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് കിട്ടാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ ബോർഡായി ഇരിക്കണത്. ഓറൽസ് മേ ബി വേറെ എന്തെങ്കിലും റീസൺ ആയിരിക്കാം. സ്റ്റാർ നിങ്ങൾ ഹീൽ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ എന്തോ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ഇൻട്രസ്റ്റ് കാണിക്കാത്തത് പുതിയ ഓഫേഴ്സിലും. ഈ 8 ഓഫ് പെൻറ്റിക്കിൾസ് പാസ്റ്റിൽ എന്താണ്? ഇവിടെ 7 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ എന്തോ ചാലഞ്ചസ് കുറേ ഉണ്ടായിരുന്നു നിങ്ങളുടെ പാസ്റ്റിൽ. ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം, ഇല്ലെങ്കിൽ കരിയറിലും ആവാം. കുറേ ഈ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടാണ് നിങ്ങൾ മൊത്തം ഒരു ഒരു ഡിസപ്പോയിൻറ്റ്മെൻറ്റ് മാതിരി ഫീൽ ചെയ്യണത്. എന്ന് വെച്ചാൽ ഇത്രയും ചാലഞ്ചസ് ആയി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് കിട്ടിയില്ല എന്ന് വിചാരിക്കുമ്പോൾ അതൊരു ഡിസപ്പോയിൻറ്റ്മെൻറ്റ്, ഒരു ലോ മൊറാൽ ആണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ കറണ്ട് എനർജി ജൂലൈയും നിങ്ങൾ കുറേ ലോ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. കുറേ ഒരു ഡിസപ്പോയിൻറ്റ്മെൻറ്റ്, ലോ, റിജക്ഷൻ മാതിരി ഒരു ഫീലിംഗ്. മേ ബി ഒരു ലവ് സിറ്റുവേഷനിൽ ഒരു റിജക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും, ഓർ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും, അത് ഈ പേഴ്സൺ എന്നെ അത്ര പ്രയോറിറ്റൈസ് ചെയ്യില്ല. അതല്ല വെച്ചാൽ കരിയറിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ലോസസ് ഉണ്ടായിട്ടുണ്ടാവും. ആൻഡ് അതുകൊണ്ടും ആണ് ഞാൻ കാണുന്നത് നിങ്ങൾ ഒരു ലോ ആയി ഫീൽ ചെയ്യണത്. 5 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ എന്താണ്? ടവർ. അപ്പോൾ എന്തോ ഒരു ഷോക്കിംഗ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് ഇതൊരു ഫിനാൻഷ്യൽ ലോസ് ആവാം, ഇല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ ലോസ് ആവാം. ഇപ്പോൾ ഫ്യൂച്ചറിൽ പോകുമ്പോൾ നിങ്ങൾ 5 ഓഫ് കപ്സിലാണ്. ഫ്യൂച്ചറിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നുണ്ട്, പക്ഷേ അപ്പോഴും നിങ്ങൾ ആ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഒരു ലോ ആയി ഫീൽ ചെയ്യണത്. ആ പാസ്റ്റിനെ നിങ്ങൾ ഇപ്പോഴും മറക്കാൻ പറ്റിയില്ല. അത് ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടിട്ടും ഇത് വർക്കൗട്ട് ചെയ്തില്ല എന്ന് ആ ഫീലിംഗ് നിങ്ങളെ ഇതുവരെ വിട്ടിട്ടില്ല. ആൻഡ് ജൂലൈ ഓഗസ്റ്റിൽ പോകുമ്പോഴും നിങ്ങൾ ആ ഫീലിംഗ് വെച്ചിട്ടാണ് മുമ്പോട്ട് പോണേ. അപ്പോൾ ഈ 5 ഓഫ് കപ്സ് ഇവിടെ എന്താണ്? കിങ് ഓഫ് സോർഡ്സ്. അപ്പോൾ അഗൈൻ ഇതൊരു കുറേ പ്രാക്ടിക്കൽ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങൾ പ്രാക്ടിക്കലി കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്, ഡെഫിനറ്റ്ലി നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെയോ ആ റിഗ്രറ്റ് ഇപ്പോഴും ഉണ്ട്, പാസ്റ്റിൻ്റെ കാര്യം എന്തോ വർക്കൗട്ട് ചെയ്തില്ല എന്ന്.
ആ ഫീലിംഗ് ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ ആ ഇമോഷണലി അത് ഓപ്പണായി പറയുണ്ടാവില്ല, പക്ഷെ ആ ഫീലിംഗ് മനസ്സിലുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 2 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവിടെ ഞാനൊരു റിലേഷൻഷിപ്പാണ് കാണുന്നത് ചാലഞ്ച് ആയിട്ട്. ഈ റിലേഷൻഷിപ്പ് എന്തുകൊണ്ടാണ് ചാലഞ്ച്? ഫൂൾ, ഏരീസ് എനർജി. ഇവിടെ എന്താണ് ചാലഞ്ച് ആയിട്ട്? 10 ഓഫ് wands. അപ്പോൾ ഇവിടെ ഒരു പേഴ്സൺ കമ്മിറ്റ് ചെയ്യൂല, അതായിരിക്കും ചാലഞ്ച്. ആൻഡ് ഓറൽസ് ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന്, നിങ്ങൾ ഡീൽ ചെയ്യുന്ന പേഴ്സന്റെ സൈഡിൽ നിന്ന് കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവർ സീരിയസ് ആയിരുന്നില്ല റിലേഷൻഷിപ്പിൽ. കുറെ ഒരു ഇമ്മെച്യോറിറ്റി ഉണ്ടായിരുന്നു. അവർ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. മേ ബി കുറെ ട്രാവൽ ചെയ്യണ ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. അതെല്ലാം മൊത്തം ഒരു നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നു ഈ പേഴ്സൺ കോൺട്രിബ്യൂട്ട് ചെയ്യണില്ല ഇമോഷണലി, ഫിസിക്കലി, ഫിനാൻഷ്യലി. ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പ് ഒരു ചാലഞ്ച് ആയിട്ട് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് ഇവിടെ 9 ഓഫ് wands ആണ്. എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ ഒരു പേടിയുണ്ട്, മുമ്പോട്ട് പോകണം എന്നുണ്ട്, പക്ഷെ എപ്പോഴും നിങ്ങൾ തിരിച്ച് പിമ്പാത്ത് തന്നെ നോക്കണത്. നിങ്ങൾക്ക് അറിയാം ഈ പേഴ്സണിന്റെ കൂടെ ഒരു ഫ്യൂച്ചർ ഇല്ല എന്ന്. അതുണ്ടായിട്ടും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ കുറെ പേടിയുണ്ട്. മേ ബി ഒരു കംഫർട്ട് സോണിലായി പോയി നിങ്ങൾ, അതുകൊണ്ടായിരിക്കാം. ഓറൽസ് നിങ്ങൾക്ക് പേടി എന്താ വെച്ചാൽ ഇപ്പോൾ നെക്സ്റ്റ് റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല, ഇല്ല നെക്സ്റ്റ് ജോലി എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. ഇപ്പോൾ ഈ ചാലഞ്ച് ജോലിയുടെ കേസിലാണ് വെച്ചാൽ മേ ബി ഒരു പാർട്ട്ണർഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവും, ഇല്ല ഒരു വർക്ക് കരിയറിൽ, ജോബിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും അഡ്വൈസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ 6 ഓഫ് പെന്റിക്കിൾസ് ആണ്. ആൻഡ് ഇവിടെ സൺ ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ കുറേ ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട്, കുറേ അബണ്ടൻസ് വരാൻ പോകുന്നുണ്ട്, ഹാപ്പിനെസ് വരാൻ പോകുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് ആ മൂവിങ് ഓണിൻ്റെ കാര്യം നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോഴേ കാര്യങ്ങൾ മുമ്പോട്ട് മൂവ് ചെയ്യൂ. പേടിച്ചിരുന്ന അത് എപ്പോഴും ഒരു ബ്ലോക്ക് തന്നെ ആവുമല്ലോ. അപ്പം ന്യൂ എക്സ്പീരിയൻസസിന് വേണ്ടിയിട്ട് മൂവ് ഓൺ ചെയ്യണം. ആൻഡ് പാസ്റ്റിൻ്റെ ആ എനർജിയിൽ നിന്ന് പുറത്ത് വരേണ്ട ആവശ്യമുണ്ട്. 5 ഓഫ് wands നിങ്ങളുടെ ഹിഡൻ ഫാക്ടറാണ്. അപ്പോൾ ഇവിടെ എന്തോ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്. അതുകൊണ്ടുമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ചെയ്യാത്തത്. കോൺഫ്ലിക്റ്റ് ഉണ്ട് വെച്ചാൽ മേ ബി ജോലിയിൽ കുറെ വേറെ കലീഗ്സിൻ്റെ കൂടെ അൺഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കാം. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് സ്ട്രോങ് ആവാനാണ് പറയണത്, ബോൾഡായിട്ട് ന്യൂ ഡിസിഷൻസ് എടുക്കാനാണ് പറയണത്. സ്ട്രെങ്ത്, ലിയോ എനർജി. അപ്പോൾ നിങ്ങളുടെ ഔട്ട്കം എന്തായിരിക്കും ജൂലൈ മാസത്തിൻ്റെ? നിങ്ങളുടെ ഔട്ട്കം ആണ് 10 ഓഫ് പെന്റിക്കിൾസ്. ഇത് നല്ല ഔട്ട്കം ആണ്, പോസിറ്റീവ് ഔട്ട്കം ആണ്. യൂണിവേഴ്സ് പറയണത് നിങ്ങളുടെ ലൈഫിൽ കുറേ എബണ്ടൻസ് വരാൻ പോകുന്നുണ്ട്, പൈസയുടെ കാര്യത്തിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ പോകുന്നുണ്ട്. ഇവിടെ 2 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. അപ്പം മേ ബി നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഈ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരും നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫിൽ. ഇതൊരു ലവ് സിറ്റുവേഷൻ ആണ് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് വരുന്നുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഈ ചേഞ്ച് ഉണ്ടായ ചേഞ്ച് അതിനെ അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യണം. ഇവിടെ സ്കോർപിയോ എനർജി ഉണ്ട്. 2 ഓഫ് പെന്റിക്കിൾസ് ഒരു ഇംബാലൻസ് ആണ്. ആ ഇംബാലൻസിനെ ബാലൻസ് ഔട്ട് ചെയ്താലേ നിങ്ങൾ മുമ്പോട്ട് പോലും. നൈറ്റ് ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ആരോ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് വെരി ക്വിക്ക്ലി, വെരി സൂൺ. ആൻഡ് ഈ പേഴ്സൻ്റെ കൂടെ ആയിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ഉണ്ടാവുക. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ പറഞ്ഞ മാതിരി മൂവ് ഓൺ ചെയ്യാം, അതിൽ ഫോക്കസ് ചെയ്യാം. ആൻഡ് മൂവ് ഓൺ ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു സ്വിച്ച് ഓൺ ഓഫ് ബട്ടൺ അല്ല. അപ്പോൾ കുറച്ച് സമയം എടുക്കും, പക്ഷെ അത് ഓക്കെ ആണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ അങ്ങനെ വിചാരിച്ചാലേ അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറക്കിൾ മെസ്സേജസ് എടുക്കാം. എന്താണ് ലിയോയ്ക്ക് വേണ്ടിയിട്ട്? ഷോ ദ വേൾഡ് ദ റിയൽ യു. ആൻഡ് ഇവിടെ വേറെ മെസ്സേജ് എന്താ വെച്ചാൽ ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക്. അപ്പോൾ ഇത് എക്സാക്ട്ലി അതന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതിനെ. നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായ എന്താ വെച്ചാൽ അതിന് പാസ്റ്റിൽ വിടുക. ഇപ്പോൾ ഫ്യൂച്ചർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പോസിറ്റീവാണ്, ഫിനാൻഷ്യലി ആൻഡ് റൊമാൻറ്റിക്കലി.
അപ്പോൾ അതിനെ എംബ്രേസ് ചെയ്യുക ആൻഡ് ഫോർവേഡ് മുമ്പോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ലിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ജൂലൈ മാസത്തിന്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് ആയിട്ട് റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യാം. ജൂലൈ മാസത്തിൻ്റെ സെഷൻസ് ഓപ്പൺ ആണ്. അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ആൻഡ് ഞാൻ അവിടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരാം. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.